തൊടുപുഴയിലെ പെൺകുട്ടിയുടെ നിലവിളി നമ്മുടെ ഭവനങ്ങളിൽ ആവർത്തിക്കാതിരിക്കാൻ. നമ്മുടെ യുവതയെ ലഹരി നശിപ്പിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്ന് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം മയക്കുമരുന്നുമായി പോലീസ് പിടികൂടിയ 2 പേരിൽ ഒരാളായ അക്ഷയ എന്ന പെൺകുട്ടിയുടെ കരച്ചിൽ മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ? ആ കരച്ചിൽ ആരുടെയും ചങ്കുലയ്ക്കുന്നതാണെങ്കിലും അപ്പോഴും ഒരു പ്രധാന ചോദ്യം ഉയരുകയാണ്. തീയിൽ ചവിട്ടിയിട്ട് വേണോ പൊള്ളുമെന്ന് തിരിച്ചറിയാൻ? ചില കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വേണം, ചിലർക്ക് ചവിട്ടിയിട്ട് പൊള്ളലേൽക്കുമ്പോഴേ ഇത് തീയാണെന്ന് ഉറപ്പുവരും. നമ്മൾ എത്ര പറഞ്ഞാലും ബോധ്യം വരില്ല. ഉപദേശം നൽകുന്നവരെ പിന്തിരിപ്പന്മാരും വർഗീയവാദികളുമായി അവർ ചിത്രീകരിക്കും. നമ്മുടെ യുവജനങ്ങൾക്ക് ജീവിതം ഒരു ലഹരിയായി മാറുന്നില്ല. കുടുംബ ബന്ധങ്ങൾ ലഹരിയായി അവർക്ക് അനുഭവപ്പെടുന്നില്ല. അതിൻ്റെ ഒരു കാരണം ലക്ഷ്യബോധവും മൂല്യബോധവും ഇല്ല എന്നതാണ്. പിറന്ന രാജ്യത്തോടും ജീവിക്കുന്ന ചുറ്റുപാടുകളോടും മാതാപിതാക്കളോടും സഹോദരി സഹോദരങ്ങളോടും കടപ്പാടും ഉത്തരവാദിത്വവും ഉള്ളവർക്ക് ജീവിതം ഒരു ഹരമായി അനുഭവപ്പെടും. കൂടെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ജീവിതത്തെ നോക്കി പുഞ്ചിരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. മോഹം വർദ്ധിക്കും. അങ്ങനെയുള്ളവർ ബുദ്ധിയെ കെടുത്തിക്കളയുന്നതും നന്മ തിന്മകളെ വേർതിരിച്ച് കാണാൻ സഹായിക്കുന്ന കഴിവിനെ നശിപ്പിക്കുന്നതുമാണ് ലഹരി എന്ന് തിരിച്ചറിയും. ആരോഗ്യവും ഭാവിയും നശിക്കുക മാത്രമാണ് ലഹരി ഉപയോഗം കൊണ്ടുള്ള ഗുണമെന്ന തിരിച്ചറിവ് ലഹരിക്കെതിരെ പോരാടാൻ നമ്മുടെ യുവാക്കളെ ശക്തരാക്കും. തൊടുപുഴയിലെ ലോഡ്ജിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉയർന്ന നിലവിളി ലഹരിയിൽ മുങ്ങിയ നിലവിളി മാത്രമായി കരുതാൻ കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാമെന്ന അറിവോടെ തന്നെയാണ് 3-4 വർഷങ്ങളായി അവർ ലഹരി വിതരണം ചെയ്തു പോകുന്നത്. അവരുടെ കരച്ചിലിനോട് സഹതാപം തോന്നുന്നുവെങ്കിലും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്കാണ് കൂടുതൽ വില കൽപ്പിക്കേണ്ടത്. ചിലർ വന്ന് മധുരവാക്കുകൾ പറയുമ്പോൾ വീട് വിട്ടിറങ്ങുന്ന മക്കൾക്ക്, പ്രത്യേകിച്ചും പ്രണയം അസ്ഥിക്ക് പിടിച്ച എല്ലാ പെൺമക്കൾക്കും തൊടുപുഴ സംഭവം ഒരു മുന്നറിയിപ്പായി മാറട്ടെ. ഇത് വീണ്ടും വീണ്ടുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു കൂട്ടർക്ക് ഇന്ന് പ്രണയം എന്നത് ചതിക്കാനും ഒറ്റുകൊടുക്കാനും ശരീരം വിൽക്കാനും അങ്ങനെ ഒരു തലമുറയെ തന്നെ തകർക്കാനുമുള്ള മറ മാത്രമാണ്. പ്രണയത്തെ മറയാക്കി അവർ മ്ലേച്ഛമായ പ്രണയ ചതികൾ ഒരുക്കി കാത്തിരിക്കുന്നു. അതിനാൽ സമൂഹം കൂടുതൽ ജാഗരൂകരാകണം. മക്കൾ രാത്രിയിൽ വീട്ടിലുണ്ടെന്ന് മാതാപിതാക്കൾ തന്നെ ഉറപ്പുവരുത്തേണ്ട കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മക്കളുടെ കൂട്ടുകാർ ആരാണെന്നും അവർ എവിടേക്ക് പോകുന്നുവെന്നും അന്വേഷിച്ചറിയാൻ ബോധപൂർവം ശ്രമങ്ങൾ നടത്തണം. യുവതലമുറയെ മുതിർന്ന തലമുറ അല്പം കൂടി സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിക്കണം. വീടുകളിൽ വല്ലാത്ത ഏകാന്തതയും സ്നേഹശൂന്യതയും നമ്മുടെ മക്കൾ അനുഭവിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം കൂടി മുതിർന്നവരും മാതാപിതാക്കളും അംഗീകരിക്കട്ടെ. തൊടുപുഴയിൽ കേട്ടതുപോലെ ഒരു നിസ്സഹായതയുടെ കരച്ചിൽ, പെട്ടുപോയതിൻ്റെ ഒരു നിലവിളി, ആത്മാഭിമാനം നഷ്ടമായതിൻ്റെ ദീനരോദനം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഉയരാതിരിക്കട്ടെ.